റെവിറ്റിൻ്റെ ഒരു ഇൻ്റർഫേസ് ആണ്, നമ്മൾ ഇന്നലെ പറഞ്ഞതാണിത്. അപ്പോൾ ഇതിലൂടെ നമുക്ക് എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള പ്രോജക്റ്റുകളൊക്കെ ഓപ്പൺ ചെയ്യാൻ പറ്റും. അതിന് താഴെ നമുക്ക് ന്യൂ ബട്ടൺ ഉണ്ട്, പുതിയ പ്രോജക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നത്. ഇത് ഫാമിലീസ് ഒക്കെ ഓപ്പൺ ചെയ്യുന്നതാണ്. ഇപ്പോൾ നമുക്ക് ഇതിനകത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എവിടെയൊക്കെ നമ്മുടെ കയ്യിൽ ഫാമിലീസ് ഉണ്ടോ അതെല്ലാം നമുക്ക് പുതിയ ഫാമിലീസ് ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെയൊക്കെ കുറേയധികം ഫാമിലീസ് ഉണ്ട്, അതെല്ലാം നമുക്ക് ഇതിനകത്തൂടെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ പഴയ ഫാമിലീസ് നമ്മുടെ കയ്യിൽ എവിടെയെങ്കിലും കിടപ്പുണ്ടെന്നുണ്ടെങ്കിൽ, നമ്മുടെ ഏതെങ്കിലും ഫോൾഡർ കിടപ്പുണ്ടെങ്കിൽ അവിടുന്ന് ഇത് ഓപ്പൺ ആക്കാൻ പറ്റും. നമുക്ക് പ്രോജക്റ്റുകൾ മോഡൽ ചെയ്യാൻ വേണ്ടിയാണ് നമുക്ക് ഈ ഒരു മോഡൽ സെഷൻ ഉള്ളത്. അപ്പോൾ നമുക്ക് ഏതെങ്കിലും പ്രോജക്റ്റുകൾ ചെയ്തിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാനിപ്പോൾ ഇതിനകത്തൊരു ഇത് ചെയ്തിട്ടുണ്ടെങ്കിൽ അതെല്ലാം നമുക്ക് ഇവിടുന്ന് ഓപ്പൺ ആക്കാൻ പറ്റും. ഓക്കെ, അപ്പം നമ്മളൊരു പുതിയ പ്രോജക്റ്റ് എങ്ങനെ സ്റ്റാർട്ട് ചെയ്യുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്ക് ഇവിടെ ഇപ്പോൾ നമ്മുടെ ഒരു ആർക്കിടെക്ചർ മോഡൽ കിട്ടിയിട്ടുണ്ടെങ്കിൽ നമ്മൾ ന്യൂ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ന്യൂ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതൊരു ന്യൂ പ്രോജക്റ്റ് ആയിട്ടാണ് വരുന്നത്. അപ്പോൾ നമ്മുടെ ഒരു 3D മോഡൽ നമുക്കുണ്ട്, അത് ഞാൻ ലിങ്ക് ചെയ്ത് കാണിക്കാം. അപ്പോൾ അങ്ങനെ ഉള്ളപ്പോൾ നമ്മൾ ഈ കൺസ്ട്രക്ഷൻ ടെംപ്ലേറ്റ് ഇത് കണ്ടോ, ഇവിടെ ഇങ്ങനെ കൺസ്ട്രക്ഷൻ ടെംപ്ലേറ്റ് എന്നുണ്ട്, ഇവിടെ പ്രോജക്റ്റ് ക്രിയേറ്റ് ന്യൂ എന്നും പറഞ്ഞിട്ടാണ് നടക്കുന്നത്. ഇത് പ്രൊജക്റ്റ് ടെംപ്ലേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഏതെങ്കിലും നമ്മുടെ കമ്പനിയിൽ ടെംപ്ലേറ്റ് ക്രിയേറ്റ് ചെയ്തപ്പോൾ ക്യാഡിലൊക്കെ നമ്മുടെ ടെംപ്ലേറ്റുകൾ കാണത്തില്ല, ലെയറൊക്കെ ഉള്ള ബ്ലോക്കുകളൊക്കെ ഉള്ള, അതേപോലെ തന്നെ നമ്മുടെ റിവറ്റിലും ടെംപ്ലേറ്റുകൾ നമ്മുടെ കമ്പനി ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇത് ക്ലിക്ക് ചെയ്തിട്ട് ബ്രൗസ് എന്ന് പറഞ്ഞിട്ട് ഓപ്ഷനിൽ പോയിട്ട് നമുക്കുള്ളത് ചെയ്യാൻ പറ്റും. ആ ലൊക്കേഷനിൽ പോയി കഴിഞ്ഞാൽ അത് ഓക്കെ ആയിട്ട് ന്യൂ പ്രോജക്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്കിപ്പോൾ പുതിയ പ്രോജക്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ക്രിയേറ്റ് ന്യൂ എന്നെടുത്തൊരു പ്രൊജക്റ്റ് ക്ലിക്ക് ചെയ്യുന്നു. അതിനുശേഷം നമ്മളിവിടെ താപ്പോട്ട് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് പല സിസ്റ്റങ്ങളും കിട്ടും. ഉണ്ട്, ഇലക്ട്രിക്കൽ സിസ്റ്റം ഉണ്ട്, സിസ്റ്റം ടെംപ്ലേറ്റ് ഉണ്ട്, മെക്കാനിക്കൽ ഉണ്ട്, ആർക്കിടെക്ചർ ഉണ്ട്, ഇതൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെയും കിട്ടിയില്ലെങ്കിൽ നിങ്ങൾ ബ്രൗസ് എന്ന് പറഞ്ഞ ഓപ്ഷനിൽ പോയി കഴിഞ്ഞാൽ നമുക്കിവിടെ ഇവിടുന്ന് മേളത്തെ ആരോയിലോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് കുറേ ഓപ്ഷൻസ് പല രാജ്യങ്ങളിലേയും കിട്ടും. നമ്മൾ സാധാരണയായിട്ട് യൂസ് ചെയ്യുന്നത് മെട്രിക് ആയതുകൊണ്ട് നമ്മൾ ഇംഗ്ലീഷാണ് ചൂസ് ചെയ്യുന്നത്. ഇപ്പോൾ ഇംഗ്ലീഷിൽ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ഇവിടെ കണ്ടോ ഇലക്ട്രിക്കൽ ഡിഫാൾട്ട് മെട്രിക്, സിസ്റ്റം ഡിഫാൾട്ട് മെട്രിക്, മെക്കാനിക്കൽ, പ്ലംബിങ്, ഇങ്ങനെയൊക്കെ മെക്കാനിക്കൽ ഡിഫാൾട്ടുകളായിട്ടുള്ള ടെംപ്ലേറ്റുകളാണ്. ഇത് വെച്ചിട്ടാണ് നമ്മൾ പ്രോജക്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ സാധാരണ നമ്മൾ ഇലക്ട്രിക്കൽ ചെയ്യുമ്പോൾ നമുക്ക് ഇലക്ട്രിക്കൽ ഡിഫാൾട്ട് മെട്രിക് ടെംപ്ലേറ്റ് ഉപയോഗിക്കാം, അല്ലെങ്കിൽ സിസ്റ്റം ഡിഫാൾട്ട് മെട്രിക് എന്ന് പറഞ്ഞാൽ അത് സെലക്ട് ചെയ്യുക. അപ്പം ഇവിടെ കണ്ടോ RTE എന്ന് .RTE എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിവേറ്റ് ടെംപ്ലേറ്റ് ഫയൽ എന്നാണ്. RVT എന്ന് പറയുമ്പോൾ റിവേറ്റ് പ്രൊജക്റ്റ് ഫയൽ ആവും. അപ്പോൾ നമ്മൾ സിസ്റ്റം മെട്രിക് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എല്ലാം നമുക്കവിടെ കിട്ടും. മീൻസ് മെക്കാനിക്കലും ഇലക്ട്രിക്കലിൻ്റെയൊക്കെ ഡിഫാൾട്ടായിട്ടുള്ള കുറേ സെറ്റിങ്സുകൾ കിട്ടും. ഓക്കെ, അതേ സെലക്ട് ചെയ്യുക, എന്നിട്ട് ജസ്റ്റ് ഓപ്പൺ കൊടുക്കുക. അന്നേരം ഇവിടെ ഇങ്ങനെ വീണ്ടും വരും സിസ്റ്റം മെട്രിക് റിവേറ്റ് ടെംപ്ലേറ്റ് എന്നും പറഞ്ഞിട്ട്. ഇപ്പോഴും പ്രോജക്റ്റ് ആയിട്ടില്ല, പ്രോജക്റ്റ് ആക്കണമെങ്കിൽ ക്ലിക്ക് ഓക്കെ എന്ന് പറഞ്ഞു കൊടുക്കുക. ക്ലിക്ക് ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്കൊരു വിൻഡോ ഇവിടെ ഓപ്പൺ ആയി വരും, ഇതുപോലൊരു വിൻഡോ ഓപ്പൺ ആയി വരും. അപ്പോൾ ഇതിനകത്തൊന്നുമില്ല സംഭവം, ഇതൊരു ഡിഫാൾട്ട്. അവിടെ ലൈറ്റിംഗ് എന്നുള്ളതുകൊണ്ട്, പവർ എന്നുള്ള 2 ഉണ്ട്, മെക്കാനിക്കലുണ്ട്, അങ്ങനെ പല കാര്യങ്ങളുണ്ട്. അപ്പോൾ ലൈറ്റിംഗ് ക്ലിക്ക് ചെയ്താലും നമുക്ക് ഇതിനകത്തൊന്നും കാണാൻ പറ്റത്തില്ല, ഒരു സംഭവങ്ങൾ നമുക്ക് ഇതിനകത്ത് കാണാൻ പറ്റത്തില്ല. പക്ഷേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഇപ്പോൾ ഇത് ഡിഫാൾട്ടായിട്ടുള്ള സംഭവങ്ങളാണ്. ഇപ്പോൾ ഈ ഒരു സംഭവത്തിന് പറയുന്നതാണ് പ്രൊജക്റ്റ് ബ്രൗസർ എന്ന് പറഞ്ഞാൽ. അത് ക്ലോസ് ചെയ്യാം, പ്രോപ്പർട്ടീസും ക്ലോസ് ചെയ്യാം. അപ്പോൾ ഇങ്ങനെ ആയിരിക്കും നമുക്ക് കിട്ടുന്നെങ്കിൽ നമ്മളിപ്പോൾ മെക്കാനിക്കലിൻ്റെ ഇവിടെ നമുക്ക് ക്ലോസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ 2 സംഭവങ്ങൾ ഇങ്ങനെ ആയിരിക്കും വരുന്ന വിൻഡോ. നമുക്ക് പ്രൊജക്റ്റ് ഓപ്പണായി വരുമ്പോഴത്തേക്ക് അതിനുശേഷം വ്യൂ എന്ന് പറഞ്ഞിട്ട് ഇതൊക്കെ ഓരോ ടാബുകളാണ്. ഓക്കെ, ആർക്കിടെക്ചറിൻ്റെയും 3D മോഡലിങ്ങിന് വേണ്ടിയുള്ള ഓരോന്നിൻ്റെയും ടാബുകളാണ്. ആർക്കിടെക്ചർ റിലേറ്റഡ് ആണെങ്കിൽ അതിൻ്റെത് സ്ട്രക്ചറൽ, സ്റ്റീല്, പ്രീകാസ്റ്റ്. നമ്മുടേത് വരുന്ന സിസ്റ്റം എന്ന് പറയുന്ന സംഭവത്താണ്. ഇവിടെ ഡക്റ്റിംഗ് ഉണ്ട്, പൈപ്പിംഗ് ഉണ്ട്, ഫാബ്രിക്കേഷൻ, പ്ലംബിങ്, വയറിങ്. അപ്പോൾ ഇതൊക്കെ ഇലക്ട്രിക്കലിൻ്റെയാണ്. ഇത്രയും വരുന്നത് ഇലക്ട്രിക്കലിൻ്റെയാണ്. ഇലക്ട്രിക്കലിൻ്റെ ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇലക്ട്രിക്കൽ സെറ്റിങ്സ് എന്ന് പറഞ്ഞ് കിട്ടും. അപ്പോൾ ഇവിടെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ ജനറൽ സെറ്റിങ്സുകളാണ്. ഇവിടെ കണ്ട സർക്യൂട്ട് ഫേസുകൾ നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന RYB ആണ്. അപ്പോൾ നമ്മൾ RYB എന്ന് ഇവിടെ മാറ്റി കൊടുക്കണം, കാരണം ഇതിവിടെ കിടക്കുന്ന ABC എന്നാണ്. നമ്മളിവിടെ ഉപയോഗിക്കുന്ന നമ്മുടെ സ്റ്റാൻഡേർഡ് ഉപയോഗിക്കുന്നത് നമ്മൾ RYB എന്നാണ്. പിന്നെ കണക്ഷൻ ഫാക്ടേഴ്സ്, ഇതൊക്കെ പുതിയതൊക്കെ നമുക്കിവിടെ ആഡ് ചെയ്യാനൊക്കെ പറ്റും. ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ നമുക്കിവിടെ ആഡ് ചെയ്യാൻ പറ്റും. വോൾട്ടേജ് ഡെഫിനിഷൻസ്, നമ്മൾ ഉപയോഗിക്കുന്ന വോൾട്ടേജ് ഏതൊക്കെയാണ് അതൊക്കെ നമുക്കിവിടെ കിട്ടും. ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റംസ്, ഏതൊക്കെ പവർ ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റമാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് അതൊക്കെ നമുക്കിവിടെ കിട്ടും. നമുക്കിനിയും പുതിയത് വേണമെങ്കിൽ നമുക്കിവിടെ ആഡ് ചെയ്യാൻ പറ്റും. അതിനുശേഷം കേബിൾ ടേയുടെ സെറ്റിങ്സ്, ഇതൊക്കെ അതുപോലെ തന്നെ ഇടുക. ഇവിടെ നമ്മൾ മാറ്റേണ്ട ജനറലിനകത്ത് മാറ്റാം. പിന്നെ അതിനുശേഷം ഈ ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റത്തിൽ നിങ്ങൾക്ക് ഏതാണ് വേണ്ടത് അത് നിങ്ങൾ ആഡ് ചെയ്ത് കൊടുക്കണം. വോൾട്ടേജ് ഡെഫിനേഷൻ ഫസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം നമ്മളിവിടെ നമ്മുടെ ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കണം. ഓക്കെ, അതിനുശേഷം നമ്മൾ ഇത് ഓക്കെ കൊടുക്കുക. അതിനുശേഷം നമുക്കിവിടെ 2 ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങൾ വേണം. അതിലൊന്ന് നമ്മുടെ വ്യൂ പോയി കഴിഞ്ഞാൽ ഇവിടെ നമ്മുടെ മേളിലെ ടാബിൽ വ്യൂവിൽ പോയി കഴിഞ്ഞാൽ ഇവിടെ നമ്മുടെ യൂസർ ഇൻ്റർഫേസ് എന്ന് പറഞ്ഞുണ്ട്. ഇപ്പോൾ യൂസർ ഇൻ്റർഫേസിൽ പോയി കഴിഞ്ഞാൽ പ്രൊജക്റ്റ് ബ്രൗസർ എന്നും പറഞ്ഞിട്ടുണ്ട്. അത് ഈ പ്രൊജക്റ്റ് ബ്രൗസർ എന്ന് പറഞ്ഞാൽ ഒരു സംഭവത്തിലാണ് നമ്മുടെ കൂടുതലും മോഡലിംഗ് ചെയ്യുന്നതിൻ്റെ വ്യൂസുകളെല്ലാം വരുന്നത്. ഇപ്പോൾ ഇവിടെ തന്നെ കാണാൻ പറ്റും, ഇലക്ട്രിക്കൽ കാണും, മെക്കാനിക്കൽ കാണും, പ്ലംബിങ് കാണും, പിന്നെ ലെജൻസ്, ഷെഡ്യൂൾസ്, ഫാമിലീസ്,
പിന്നെ ഷീറ്റ്സ്, ഇങ്ങനെ കുറേ കാര്യങ്ങൾ ഇവിടെ ഉണ്ട്. അപ്പോൾ ഈ കാണുന്ന ഇലക്ട്രിക്കൽ എന്ന് പറയുന്നതാണ് മെയിൻ ഡിസിപ്ലിൻ എന്ന് പറയുന്നത്. അതിനുശേഷം താഴെ വരുന്ന ലൈറ്റിങ്, പവർ, പിന്നെ ഏതൊക്കെയാണ് ഫയർ അലാറം, അങ്ങനെയൊക്കെ ഉള്ള സാധനങ്ങളൊക്കെ വരുന്നത് എന്താണ്, സബ് ഡിസിപ്ലിൻ എന്ന് പറയും. അതുപോലെ തന്നെ മെക്കാനിക്കലിനകത്തുണ്ട് HVAC എന്നുള്ളത് സബ് ഡിസിപ്ലിനാണ്, മെക്കാനിക്കൽ എന്ന് പറയുന്നത് ഡിസിപ്ലിനാണ്. പ്ലംബിങ്ങിനകത്ത് വന്നു കഴിഞ്ഞാൽ പ്ലംബിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയിൻ ഡിസിപ്ലിനാണ്. പ്ലംബിങ്ങിൻ്റെ പിന്നെ ഡ്രെയിനേജ് ഉണ്ട്, വാട്ടർ സപ്ലൈ ഉണ്ട്, അതൊക്കെ വരുന്നത് സബ് ഡിസിപ്ലിനായിട്ട് വരും. നമുക്ക് മെയിൻലി ഇലക്ട്രിക്കലിൻ്റെ ആണ്. അപ്പോൾ ഇതിനകത്ത് പവറും ലൈറ്റിങ്ങേ ഉള്ളൂ. നമുക്ക് കേബിൾ ട്രേ കണ്ടെയ്ൻമെൻറ്റ് ആഡ് ചെയ്യാൻ പറ്റും. അത് ഞാൻ പറഞ്ഞുതരാം എങ്ങനെയാണെന്നുള്ളത്. അതിനുശേഷം നിങ്ങൾക്ക് വേണ്ടത് പ്രോപ്പർട്ടീസാണ്. അപ്പോൾ നമ്മൾ പ്രോപ്പർട്ടീസ് എടുത്തു കഴിഞ്ഞാൽ ഇവിടെ യൂസർ ഇൻ്റർഫേസിൽ പോയി പ്രോപ്പർട്ടീസ് ഇവിടെ ചെക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ പ്രോപ്പർട്ടീസ് ഇവിടെ കിട്ടും. അപ്പോൾ ഇതാണ് രണ്ടുമാണ് മെയിനായിട്ടുള്ള രണ്ട് ടൂൾസ്. ഒന്ന് പ്രൊജക്ട് ബ്രൗസർ, ഒന്ന് പ്രോപ്പർട്ടീസ്. ഈ പ്രോപ്പർട്ടീസിലെല്ലാത്തിൻ്റെയും ഇത് കിട്ടും. ഇപ്പോൾ ഇതിനകത്തൊന്നുമില്ല. നമ്മളിപ്പം ലൈറ്റിംഗ് നോക്കിക്കഴിഞ്ഞാൽ ലൈറ്റിങ്ങിനകത്ത് പവറിനകത്തൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ എലിവേഷനൊക്കെ നോക്കിക്കഴിഞ്ഞാൽ 2 ലൈൻ മാത്രമേ ഉള്ളൂ, 2 ലെവൽസ് മാത്രമേ ഉള്ളൂ. പക്ഷേ നമുക്ക് നമ്മുടെ ആർക്കിടെക്ചർ മോഡൽ കൊണ്ടുവരണം. അപ്പോൾ അതിന് മുന്നോടിയായിട്ട് നമ്മൾ ചെയ്യേണ്ടത്, നമുക്ക് ഇതിനെ ഒരു സെൻട്രൽ മോഡലാക്കിയിട്ട് ചെയ്യണം. ഇപ്പോൾ സെൻട്രൽ മോഡലാക്കി ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കൂട്ടം ആൾക്കാരെടുത്ത് ചെയ്യുന്നതിനാണ് സെൻട്രൽ മോഡൽ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഒരിടത്ത് നമ്മളൊരു സിസ്റ്റം ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത ഒരാൾക്ക് ആ സെയിം മോഡൽ ഉപയോഗിച്ചിട്ട് തന്നെ വേറെ സിസ്റ്റവും ഒരേ സൈമൾട്ടേനിയസ്ലി വർക്ക് ചെയ്യാൻ പറ്റും ഒരേ ടൈമിൽ. അതിനെയാണ് സെൻട്രൽ മോഡൽ എന്ന് പറയുന്നത്. അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്യണം, ഈ കൊളാബറേറ്റിൽ വന്നു കഴിഞ്ഞാൽ ഇവിടെ കണ്ടോ വർക്ക്സെറ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. ഈ വർക്ക്സെറ്റിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ കുറേ പേരുകളൊക്കെ ഉണ്ട്. ഇവിടെ നമുക്കിവിടെ വർക്ക്സെറ്റ് 1 എന്നും പറഞ്ഞുണ്ട്. അപ്പോൾ നമ്മൾ ക്ലിക്ക് ഓക്കെ കൊടുക്കുക. അപ്പോൾ നമുക്ക് വേറൊരു വിൻഡോ വരും. വർക്ക്സെറ്റ് എന്ന് പറയുമ്പോൾ നമ്മളൊരു ലെയർ സിസ്റ്റം പോലെയാണ് ഓട്ടോക്യാഡിൽ. നമുക്ക് വേണമെങ്കിൽ ഇവിടെ വന്നിട്ട് ഓഫ് ചെയ്തും ഓൺ ചെയ്തും ഇടാം. ഈ വർക്ക്സെറ്റ് 1 ഞാൻ റീനെയിം ചെയ്യുവാണ് ആർക്കിടെക്ചറൽ ലിങ്ക് ആർക്കിടെക്ചർ എന്ന് പറഞ്ഞു. കാരണം നമുക്ക് ലിങ്ക് ചെയ്യണം ആർക്കിടെക്ചർ. അതിനെ ഞാൻ ലിങ്ക് ആർക്കിടെക്ചർ മോഡൽ എന്നും പറഞ്ഞിട്ട് ആർക്കിടെക്ചർ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഇട്ടു. ഓക്കെ, എന്നിട്ട് ക്ലിക്ക് ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ അത് എപ്പോഴും പേര് മാറി. എന്നിട്ട് പുതിയ ഒരെണ്ണം ഞാൻ ക്രിയേറ്റ് ചെയ്യുവാണ്, സ്ട്രക്ചറൽ ലിങ്ക് എന്നുള്ളത്, ലിങ്ക് സ്ട്രക്ചറൽ എന്നുള്ളത്. ഓക്കെ, ലിങ്ക് സ്ട്രക്ചറിൻ്റെ അത് ഷോർട്ട് ഫോമായിട്ട് എടുക്കുന്നത്. അതിനുശേഷം നിങ്ങൾക്ക് വേണ്ടത് ക്യാഡ് ലിങ്ക് ചെയ്യുന്നുണ്ടെങ്കിൽ ലിങ്ക് ക്യാഡ് എന്നുള്ളൊരു ഓപ്ഷൻ കൊടുക്കുക, ഇങ്ങനൊരു പേര് കൊടുക്കുക, ലിങ്ക് ക്യാഡ്. അപ്പോൾ ഇതൊക്കെ ലിങ്ക് ചെയ്യുന്ന സമയങ്ങളിൽ നമുക്ക് അതാത് വർക്ക്സെറ്റിൽ ഇട്ടായിരിക്കണം അത് ലിങ്ക് ചെയ്യേണ്ടത്. അപ്പോൾ ഈസി ആയിട്ട് കൺട്രോൾ ചെയ്യാൻ പറ്റും. അതിനുശേഷം നമ്മൾ ചെയ്യേണ്ടത്, നമുക്ക് ഇലക്ട്രിക്കൽ സിസ്റ്റമാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഇലക്ട്രിക്കൽ ലൈറ്റിംഗ് എന്നുള്ളത്. ഇപ്പോൾ ഇലക്ട്രിക്കൽ ലൈറ്റിംഗ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇലക്ട്രിക്കലിൻ്റെ ലൈറ്റിങ്ങിൻ്റെ വർക്ക്സെറ്റിലായിരിക്കും ചെയ്യേണ്ടത്. ഓരോന്ന് നമുക്ക് വരുമ്പോഴത്തേക്ക് മനസ്സിലാവും. ഇപ്പോൾ ഇലക്ട്രിക്കൽ പവർ നെക്സ്റ്റ്. ഓക്കെ, ഇലക്ട്രിക്കലിൻ്റെ പവറിന് വേണ്ടി നമ്മളൊരു വർക്ക്സെറ്റ് ക്രിയേറ്റ് ചെയ്യണം. ഇങ്ങനെ ഓരോ സിസ്റ്റത്തിനും നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ ഈ വർക്ക്സെറ്റുകൾ ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ ഇലക്ട്രിക്കൽ ഫയർ അലാറം. ഓക്കെ, ഇലക്ട്രിക്കൽ ഫയർ അലാറത്തിന് വേണ്ടി നമ്മളൊരു വർക്ക്സെറ്റ് ക്രിയേറ്റ് ചെയ്യും, ഫയർ അലാറം. അപ്പോൾ അതായത് വർക്ക്സെറ്റിലിട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈസി ആയിട്ട് ഓൺ ആക്കുകയോ ഓഫ് ചെയ്യുകയോ ഒക്കെ ചെയ്യും. അതാണ് അതിൻ്റെ ഒരു ബെനിഫിറ്റ്. ഇലക്ട്രിക്കൽ ഫയർ അലാറം. അതിനുശേഷം ഇലക്ട്രിക്കൽ കണ്ടെയ്ൻമെൻറ്റ് കേബിൾ ട്രേഡൊക്കെ കേബിൾ ട്രേന്ന് കൊടുക്കാം നിങ്ങൾക്ക്. പിന്നെ ELV ഇലക്ട്രിക്കൽ ഡാറ്റ, ഇലക്ട്രിക്കൽ സെക്യൂരിറ്റി, എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് കൊടുക്കാം. ഞാനിപ്പം ELVക്ക് എല്ലാം കൂടെ ഇലക്ട്രിക്കൽ ELV എന്നും പറഞ്ഞിട്ടു. അപ്പോൾ ഇങ്ങനെ എത്ര വേണമെങ്കിലും നിങ്ങൾക്ക് വർക്ക്സെറ്റ് ക്രിയേറ്റ് ചെയ്യാം. നമ്മൾ ക്ലിക്ക് ഓക്കെ കൊടുത്തു. അപ്പോൾ അവർ ചോദിക്കും ഡു യു വാണ്ട് ടു ELV വർക്ക്സെറ്റ് ആസ് ആക്റ്റീവ് വർക്ക്സെറ്റ്, അതിവിടെ ആക്റ്റീവായിട്ട് വേണമെന്ന്. അപ്പോൾ ഞാൻ നോ കൊടുത്തു. നോ കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിവിടെ കാണാൻ പറ്റും നമ്മൾ ക്രിയേറ്റ് ചെയ്ത വർക്ക്സെറ്റുകളെല്ലാം ഇവിടെ വരും. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനെ സേവ് ചെയ്യുക ഫയൽ. ഓക്കെ, അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്യണം, നമുക്ക് ഇതിനെ സേവ് എന്നും പറഞ്ഞ് കൊടുത്തു. സേവ് ചെയ്യുന്നതിന് മുമ്പ് അവരൊരു ലൊക്കേഷൻ ചോദിക്കുക എവിടെയാണ് നമുക്ക് ചെയ്യേണ്ടതെന്നുള്ളത്. അപ്പോൾ ഞാനിത് നിങ്ങൾക്ക് വേണ്ടി നമ്മൾ ട്യൂട്ടോറിയൽ എടുക്കുന്നതുകൊണ്ട് നമ്മൾ ജസ്റ്റ് ഇവിടെ നമ്മളൊരു ട്യൂട്ടോറിയൽ ഫോൾഡർ ഉണ്ടാക്കി, ട്യൂട്ടോറിയൽ എന്ന് പറഞ്ഞിട്ടു. ഓക്കെ, ട്യൂട്ടോറിയൽ എന്ന് പറഞ്ഞിട്ടു. അതിനകത്ത് ഞാൻ ജസ്റ്റ് പ്രോജക്റ്റ് 1 എന്നോ എന്തെങ്കിലും ഞാൻ ജസ്റ്റ് 0 അത് നമ്മുടെ BEP ഞാൻ ഇന്നലെ പറഞ്ഞില്ലേ, അതിനനുസരിച്ചിട്ടായിരിക്കും നമ്മൾ ചെയ്യുന്നത്. Z പ്രോജക്റ്റ് PRG01 എന്നും പറഞ്ഞ് നമ്മൾ സെലക്ട് ചെയ്തു. എന്നിട്ട് ഇവിടെ 20 ആണ് മാക്സിമം ബാക്കപ്പ് എടുക്കുന്നത്. അത് നമുക്ക് നമ്മുടെ അത്രയും ബാക്കപ്പുകൾ ക്രിയേറ്റ് ആവും. ഞാൻ 1 കൊടുത്തു, ക്ലിക്ക് കൊടുത്തു, സേവ് കൊടുത്തു. അപ്പോൾ ഇതൊരു സെൻട്രൽ മോഡലായിട്ട് ക്രിയേറ്റ് ആവും ഇപ്പോൾ. കാരണം വേറൊരാൾക്ക് ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ അയാൾക്ക് ഇത് നമുക്ക് യൂസ് ചെയ്ത് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇങ്ങനെ വന്നതിന് ശേഷം സമയം എടുത്തു. അപ്പോൾ എന്താണ് ഇവിടെ സിങ്ക്രണൈസ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. നമ്മളിവിടെ സിങ്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ സെൻട്രൽ മോഡൽ ഉണ്ടാക്കി നമ്മൾ സിങ്ക് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത വേറൊരാൾക്ക് ചെയ്യുന്ന സമയത്ത് അയാൾക്ക് അവിടെ നോട്ടിഫിക്കേഷൻ ചെല്ലും, നമ്മളിവിടെ സിങ്ക് ചെയ്തിട്ടുണ്ട്, നമ്മൾ ചേഞ്ചസ് ഉണ്ടാക്കിയിട്ടുണ്ട്, അവിടെ റീലോഡ് ചെയ്ത് കഴിഞ്ഞാൽ അയാൾക്കത് എടുക്കാൻ പറ്റും. ഓക്കെ, അതിനുശേഷം ഇത് ഓരോന്നും മനസ്സിലാവും. അപ്പോൾ നമ്മളിവിടെ നോക്കാൻ അറിയാം, നമുക്ക് ഇവിടെ നോക്കുമ്പോൾ അറിയാം നമ്മുടെ വർക്ക്സെറ്റ് ഇവിടെ ലിങ്ക് ആർക്കിടെക്ചർ എന്ന് പറഞ്ഞ് നടക്കുന്നത്. ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ട പരിപാടി നമ്മുടെ 3D മോഡൽ ഇവിടെ ലിങ്ക് ചെയ്യുക എന്നുള്ളതാണ്.
അപ്പോൾ അതിന് വേണ്ടി നമ്മൾ ഇൻസേർട്ട് ടാബിൽ പോയി കഴിഞ്ഞാൽ ഇവിടെ കണ്ട കുറേ ഓപ്ഷൻസുകളുണ്ട്, ഓരോന്ന് ലിങ്ക് ചെയ്യാൻ വേണ്ടി. റിവേറ്റ് ലിങ്ക് ചെയ്യാം, ലിങ്ക് IFC ഫയലുകൾ ചെയ്യാൻ പറ്റും. IFC ഫയൽ എന്ന് പറഞ്ഞ ഒരു ഫോർമാറ്റാണ്, അപ്പോൾ അത് ചെയ്യാൻ പറ്റും. ലിങ്ക് ക്യാഡ് ചെയ്യാൻ പറ്റും, ടോപ്പോഗ്രഫി, അങ്ങനെ പല കാര്യങ്ങളും നമുക്കിതിനകത്ത് ലിങ്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാനിവിടെ ചെയ്യാൻ പോകുന്നത് ലിങ്ക് റിവേറ്റ് ഫയൽ എന്നാണ്. അപ്പോൾ എൻ്റെ ഒരു 3D മോഡലുണ്ട്. ഓക്കെ, ഫോർ എക്സാമ്പിൾ ഞാനിവിടെ ഒരു 3D മോഡൽ ആർക്കിടെക്ചർ ഫയൽ ഇവിടെ ഉണ്ട്. അപ്പോൾ ഞാൻ ഈ ഫയലിന് ഇതെൻ്റെ ഒരു ആർക്കിടെക്ചർ മോഡലാണ്, അതുകൊണ്ടാണ് ഞാനിത് ഉപയോഗിക്കുന്നത്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും ആർക്കിടെക്ചർ മോഡൽ കിട്ടും, അത് വെച്ചിട്ടാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഇതിനെ എന്ത് ചെയ്യും, ഇതിനെ സെലക്ട് ചെയ്തു. അതിനുശേഷം നമ്മളിവിടെ വന്നിട്ട് ഒറിജിൻ ടു ഒറിജിൻ കൊടുക്കുക, ഇൻറ്റേർണൽ ഒറിജിൻ ടു ഒറിജിൻ കൊടുക്കുന്നു, സെലക്ട് ചെയ്യുന്നു, അത് കൊടുക്കുന്നു, ജസ്റ്റ് ഓപ്പൺ കൊടുക്കുന്നു. അപ്പോൾ എന്ത് പറ്റും, ആ ഫയൽ ഇവിടെ ഇതിപ്പോൾ 2019 സേവ് ചെയ്ത ഫയൽ ആയതുകൊണ്ടാണ് ഇത് അപ്ഗ്രേഡ് ചോദിക്കുന്നത്. അത് കുഴപ്പമില്ല. നമ്മൾ സാധാരണ റിവേറ്റ് ചെയ്യുമ്പം അത് ഇപ്പം 2020 ചെയ്ത പ്രോജക്റ്റ് 2020 ചെയ്യാവുള്ളൂ, 19 ചെയ്തത് 19 തന്നെ ചെയ്യാവുള്ളൂ. അപ്പോൾ അങ്ങനെ ആയിരിക്കും നമ്മളിത് ചെയ്യുന്നത്. അപ്പോൾ ഇതിങ്ങനെ ലിങ്കായി വരും, കുറച്ച് സമയം എടുക്കും അത് ലിങ്കായി വരണമെന്നുണ്ടെങ്കിൽ. ഇതിങ്ങനെ ലിങ്ക് ആയി കയറുന്നു. ഇതിപ്പോൾ അപ്ഗ്രേഡ് ചോദിക്കുന്നത് നമ്മൾ സാധാരണ ചെയ്യുമ്പോൾ 19 ചെയ്തത് 19 തന്നെ ആയിരിക്കും. ഇപ്പോൾ നോക്കുക, ഇവിടെ നമുക്ക് നമ്മുടെ ആർക്കിടെക്ചർ ലിങ്ക് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മളിത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളിവിടെ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ കണ്ട ലിങ്ക് ആർക്കിടെക്ചർ എന്ന് പറയുന്ന വർക്ക് സെറ്റിലാണ് കിടക്കുന്നത്. അപ്പം ഞാനിപ്പം വിസിബിലിറ്റി ഗ്രാഫിക്സ് എന്നുണ്ട്, അത് VV എന്ന് അടിച്ചു കഴിഞ്ഞാൽ വിസിബിലിറ്റി ഗ്രാഫിക്സ് വരും. വിസിബിലിറ്റി ഗ്രാഫിക്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. VV എന്നാണ് ടൈപ്പ് ചെയ്യുന്നത്, VV വിസിബിലിറ്റി ഗ്രാഫിക്, അല്ലെങ്കിൽ VG എന്ന് ടൈപ്പ് ചെയ്താലും വരും, VV ഓർ VG. ഇത് രണ്ടെണ്ണം ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വിസിബിലിറ്റി ഗ്രാഫിക്സ് കിട്ടും. അപ്പോൾ നമുക്ക് എന്തെങ്കിലും ഓഫ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ വർക്ക് സെറ്റ് വന്നിട്ട് നമ്മളിപ്പോൾ ഓഫ് ചെയ്താൽ മതി. ഫോർ എക്സാമ്പിൾ എനിക്ക് ഈ ആർക്കിടെക്ചർ ലിങ്ക് ഓഫ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാനിവിടെ വന്നിട്ട് ഹൈഡ് എന്നും പറഞ്ഞ് കൊടുത്തു കഴിഞ്ഞാൽ ഈസി ആയിട്ട് അത് ഓഫ് ആയിപ്പോൾ കണ്ടോ, അപ്പോൾ ഒന്നും കാണാനില്ല. അപ്പോൾ ഞാൻ വീണ്ടും VV അടിച്ചു വർക്ക് സെറ്റിനകത്ത് വന്നു. എന്നിട്ട് ഞാനിതെനിക്ക് ഷോ ചെയ്യണം, ഞാനത് ഷോ ചെയ്തു, ഓക്കെ കൊടുത്തു. അപ്പോൾ അത് ഇവിടെ വരും. ഓക്കെ, ഇപ്പോൾ ഇങ്ങനെയാണ് ലിങ്ക് ചെയ്യുന്ന ഫയൽ. ഇങ്ങനെ ലിങ്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ 3D വ്യൂ ഉണ്ട്. ഇവിടെ കണ്ടോ 3Dയുടെ ഓപ്ഷൻ ഉണ്ട്, വീടിൻ്റെ പടമൊക്കെ ഉണ്ട്. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫുൾ ഇതിൻ്റെ വ്യൂസ് കാണാൻ പറ്റും. കണ്ടോ, ഇങ്ങനെയാണ് അത് ആർക്കിടെക്ചർ ഫയൽ ഇരിക്കുന്നത്. അതിൻ്റെ ഒരു കംപ്ലീറ്റ് വ്യൂ ഇങ്ങനെ ഇരിക്കും. നമ്മളൊന്ന് ജസ്റ്റ് ഇവിടെ വന്നിട്ട് ഫൈൻ കൊടുക്കുക, അതിനുശേഷം ഷെയ്ഡഡ് കൊടുക്കുക. കണ്ടോ, അപ്പോൾ നമ്മൾക്ക് അതിൻ്റെ ഫുൾ വ്യൂസ് നമുക്കിവിടെ കിട്ടും. കണ്ടോ, പലതരത്തിലുള്ള അതിൻ്റെ വ്യൂസും കാര്യങ്ങളൊക്കെ കിട്ടും. ഇവിടുന്ന് ഷെയ്ഡ് മാറ്റി വേറെ വയർ ഫ്രെയിം ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് അതിനുള്ള കാര്യങ്ങളൊക്കെ ചെറുതായിട്ട് കാണാൻ പറ്റും, വയർ ഫ്രെയിം മോഡിൽ കാണാൻ പറ്റും. എന്നിട്ട് ഇതിനെ റൊട്ടേറ്റ് ചെയ്ത് ഓട്ടോകാഡിലൊക്കെ യൂസ് ചെയ്യുന്ന ഷിഫ്റ്റ് സെൻറ്റർ ബട്ടൺ മൗസിൻ്റെ പിടിച്ച് കഴിഞ്ഞാൽ നമുക്കിതിനെ റൊട്ടേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്തതിന് ശേഷം ഇവിടെ ഷെയ്ഡ് തന്നെ കൊടുക്കുക. ഷെയ്ഡ് ഇപ്പോൾ നമ്മുടെ ഒരു ഓവറോൾ വ്യൂ കിട്ടും. നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് വാച്ച് ചെയ്യും, ഇതിന് ഇത്രയും ലെവൽസ് ഉണ്ട്. പക്ഷേ ഈ ലെവൽസ് ഒന്നും നമുക്ക് എന്ത് വന്നിട്ടില്ല, നമ്മുടെ ഓരോന്നിനും വന്നിട്ടില്ല. ഇപ്പോൾ ലൈറ്റിംഗ് 1-നകത്ത് വന്നിട്ടുണ്ട്, ലൈറ്റിംഗ് 2-നകത്ത് വന്നിട്ടുണ്ട്, 2 ലെവൽ ഇവിടെ വന്നിട്ടുണ്ട്. കാരണം ഇവിടെ ഓൾറെഡി 2 ലെവൽ ക്രിയേറ്റ് ആയതുകൊണ്ട് 2 ലെവൽ വന്നിട്ടുണ്ട്. കണ്ടോ, ഇവിടെ 2 ലെവൽ ഡിഫാൾട്ടായിട്ടുള്ളതുകൊണ്ട് അവിടെ വരുന്നു. ലെവൽ 1 ഓക്കെയാണ്. ഇപ്പോൾ ലെവൽ 2 ഓക്കെ അല്ല. ലെവൽ 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇവിടുന്ന് ഡയമെൻഷൻ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ, ഡയമെൻഷൻ ടൂൾ എടുത്ത് കഴിഞ്ഞാൽ നമ്മളിങ്ങനെ എടുത്ത് കഴിഞ്ഞാൽ ഇത്രയും ഡിസ്റ്റൻസിലാണ് കിടക്കുന്നത്. പക്ഷേ ഇതിപ്പം കിടക്കുന്ന 4000-ലാണ്. അപ്പോൾ നമുക്ക് ഈ ലെവൽ 2-നെ ഇവിടോട്ട് കൊണ്ടുവരണം. അതിനുവേണ്ടി AL എന്ന് ടൈപ്പ് ചെയ്യുക, അലൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മോഡിഫൈക്കകത്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ അലൈൻ ടൂൾ കിട്ടും. കണ്ടോ, ഇതിനാണ് അലൈൻ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ സാധാരണ ക്യാഡ് ചെയ്യുന്ന പോലെ തന്നെ അലൈനാണ്. അപ്പോൾ നമ്മൾ അലൈൻ ചെയ്യേണ്ട ഒബ്ജക്റ്റിനെ ആദ്യം സെലക്ട് ചെയ്യുന്നു, അലൈൻ ചെയ്യേണ്ട ഏതിലോട്ടാണ് അത് സെലക്ട് ചെയ്യുന്നു. അതിനുശേഷം നമുക്ക് ലെവൽ 2 ആണ് അവിടോട്ട് വരേണ്ടത്, അലൈൻ ചെയ്യുന്നു. അപ്പോൾ ഇത് ഈ ലെവലുമായിട്ട് അതങ്ങ് മാച്ച് ആവും. അപ്പോൾ നമുക്ക് ലെവൽ 1-ഉം ലെവൽ 2-ഉം കിട്ടി. പക്ഷേ നമുക്ക് അടുത്ത ലെവൽസുകളൊക്കെ നമുക്ക് വേണം, ലെവൽ 3 അങ്ങനെയുള്ള മറ്റുള്ള ലെവൽസുകളെല്ലാം നമുക്ക് വേണം. അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ ഇതിനകത്ത് കോപ്പി മോണിറ്റർ ചെയ്യണം. കോപ്പി മോണിറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ ലെവൽസുകളൊക്കെ കോപ്പി ചെയ്ത് നമ്മുടെ ഇവിടെ കൊണ്ടുവരിക എന്നാണ് നമ്മുടെ ലക്ഷ്യം. ഓക്കെ, അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്യണം, കൊളാബറേറ്റ് ടൂളിൽ പോകുന്നു. ഞാനിന്ന് കോപ്പി മോണിറ്റർ വരെ പഠിപ്പിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ആകെ കൺഫ്യൂഷൻ ആവും. സെലക്ട് ലിങ്ക് കൊടുക്കുന്നു, നമ്മൾ സെലക്ട് ലിങ്ക് കൊടുത്തു. സെലക്ട് ലിങ്ക് ഇത് കൊടുത്തപ്പോൾ നമുക്ക് ഇവിടെ ഒരു വിൻഡോ ഓപ്ഷൻ ഇങ്ങനെ വരും. അതിനുശേഷം കോപ്പി എന്നും പറഞ്ഞ് കൊടുക്കുക, മൾട്ടിപ്പിൾ കൊടുത്തതിന് ശേഷം നമ്മളിങ്ങനെ ഡ്രാഗ് ചെയ്തെടുക്കുക. ഓക്കെ, റൈറ്റ് നിന്ന് ലെഫ്റ്റിലോട്ട് ഡ്രാഗ് ചെയ്യുക. ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞാൽ ഇതെല്ലാം സെലക്ട് ആയി. നമ്മൾ സാധാരണ കോപ്പി മോണിറ്റർ ചെയ്യുമ്പോൾ നമ്മൾ വോളും മറ്റുള്ളതൊന്നും കോപ്പി ചെയ്യത്തില്ല, നമ്മൾ ലെവൽസും ഗ്രിഡും മാത്രമേ കോപ്പി ചെയ്യത്തുള്ളൂ. അതിനുവേണ്ടി നമ്മളിവിടെ കൊണ്ടിട്ട് ഇവിടെ ഒരു ചിഹ്നം ഇരിക്കുന്നുണ്ട്, ഫിൽറ്ററിൻ്റെ ചിഹ്നമുണ്ട്. അതിൽ വന്നതിന് ശേഷം ചെക്ക് നണ്ട് കൊടുത്തിട്ട് നമ്മളിവിടെ എന്ത് ചെയ്യും, ലെവൽസ് മാത്രം ക്ലിക്ക് ചെയ്ത് കൊടുക്കും. അപ്പോൾ നമുക്ക് ലെവൽസ് മാത്രം, നമ്മുടെ ഇതിനകത്തുള്ള ലെവൽസ് എല്ലാം നമുക്ക് വരണം. അപ്പോൾ ലെവൽസ് ക്ലിക്ക് ചെയ്ത് ഞാൻ ലെവൽ ഓക്കെ കൊടുത്തു. ഇങ്ങനെ സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്തതിന് ശേഷം ഫിൽറ്ററിൽ കൊടുത്തതിന് ശേഷം ചെക്ക് നണ്ട് കൊടുക്കുക. അതിനുശേഷം ലെവൽ സെലക്ട് ചെയ്യുക, അപ്ലൈ കൊടുക്കുക, ഓക്കെ കൊടുക്കുക. അതിനുശേഷം താഴത്തെ ഫിനിഷ് എന്ന് പറഞ്ഞാൽ ഇവിടെ കണ്ടോ ഒരു ബട്ടൺ കണ്ടോ, അതിൽ കൊടുക്കുന്നു. ഫിനിഷ് കൊടുത്തു കഴിഞ്ഞാൽ എന്ത് പറ്റും, ഓട്ടോമാറ്റിക്കലി അത് ലെവൽസ് എല്ലാം കോപ്പി ആവും. ലെവൽസ് കോപ്പി ആവും. അതുകൊണ്ട് ഇവിടെ വേറൊരു കളറിൽ കോപ്പിയായി വന്നുണ്ടോ. അതിന് ശേഷം നിങ്ങൾ ഈ മേളത്തെ ഇവിടെ വീണ്ടും കോപ്പി മോണിറ്റർ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ വീണ്ടും ഒരു വിൻഡോ വരും. ഒരു ടിക്ക് മാർക്ക് ഉണ്ട്, ആ ടിക്ക് മാർക്ക് ക്ലിക്ക് ചെയ്യുക. അപ്പം നമ്മുടെ ഫയൽ ഇതെല്ലാം എന്തിട്ട് നമ്മളുടെ ലെവൽസ് എല്ലാം ഇവിടെ കോപ്പിയായി. കണ്ടോ, നമുക്ക് എന്തൊക്കെ ലെവലുകളുണ്ടോ ആ ലെവൽസ് എല്ലാം ഇവിടെ ലെവൽ 2, അതിനുശേഷം പാരപ്പറ്റ് അങ്ങനെയുള്ള ലെവൽസുകൾ, ലെവൽ 5,
ലെവൽ 3 ഇവിടെ ഇപ്പം എനിക്ക് തോന്നുന്നു ഇതിൻ്റെ ഇച്ചിരി വ്യത്യാസപ്പെട്ടാണ്. നമുക്ക് സ്കെയിലൊന്ന് മാറ്റി കൊടുത്താൽ മതി. ഇവിടെ 25 ആക്കി കൊടുക്കാം, നമുക്ക് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും. അല്ലെങ്കിൽ ഇതൊരു 50 ഇട്ട് കൊടുത്താൽ മതി. ഉണ്ട് ലെവൽ 3 ഉണ്ട്, അതിനുശേഷം അതിൻ്റെ പാരപ്പറ്റ് ഉണ്ട്, അതിനുശേഷം ലെവൽ 4 ഉണ്ട്, അതിനുശേഷം ലെവൽ 5, അങ്ങനെ പോകുന്ന ലെവൽസുകളാണ്. അപ്പോൾ ആ ലെവൽസ് എല്ലാം നമുക്ക് കോപ്പിയായി, പക്ഷേ ഇവിടെ വന്നിട്ടില്ല. ഇവിടെ നമുക്ക് ലെവൽ 1 ലെവൽ 1 2 ഉള്ളൂ. ഓക്കെ, എല്ലാത്തിനകത്തും. അപ്പോൾ ആ ലെവൽസുകളൊക്കെ വരണം. അതിന് മുമ്പ് നമ്മൾ എന്ത് ചെയ്യണം, നമ്മളിവിടെ പ്ലാൻ വ്യൂവിൽസ് വന്നിട്ട് ഇത് പ്ലാൻ വ്യൂ ആണ്, ഇത് സെക്ഷൻസുകളുടെ വരുന്ന വ്യൂ ആണ്. എന്നിട്ട് ഈ ഗ്രിഡ്സുകൾ നമ്മൾ കോപ്പി ചെയ്യണം. ഈ ഗ്രിഡ്സുകൾ കോപ്പി ചെയ്യുന്ന ഇതേപോലെയാണ്. കോപ്പി മോണിറ്റർ വരുന്നു, സെലക്ട് ലിങ്ക് കൊടുക്കുന്നു. സെലക്ട് ലിങ്ക് കൊടുത്തതിന് ശേഷം ഇവിടെ ഒന്ന് കോപ്പി കൊടുത്തതിന് ശേഷം നമ്മൾ മൾട്ടിപ്പിൾ എന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് റൈറ്റിലോട്ട് ഡ്രാഗ് ചെയ്യുക, റൈറ്റിലോട്ടോ ലെഫ്റ്റിലോട്ടോ എവിടെയെങ്കിലും. അതിനുശേഷം ഫിൽറ്ററിൽ വന്നതിന് ചെക്ക് നൺ കൊടുത്തതിന് ശേഷം ഗ്രിഡ് കോപ്പി ചെയ്യുക. ഓക്കെ, നമ്മൾ ലെവലും ഗ്രിഡും മാത്രമേ കോപ്പി മോണിറ്റർ ചെയ്യത്തുള്ളൂ. ഓക്കെ കൊടുത്തതിന് ശേഷം താഴത്തെ ഫിനിഷ് കൊടുത്തതിന് ശേഷം ഇപ്പോൾ ഇവിടെ നോക്കാൻ കഴിയാം, അതൊരു ചേഞ്ചസ് വരും അവിടെ. അപ്പോൾ ഇതെല്ലാം സെലക്റ്റഡ് ആണ്. അപ്പോൾ നമുക്ക് ഇവിടെ കണ്ട ഹൈലൈറ്റ് ചെയ്തിരിക്കുന്ന പാർട്ട് മാത്രമാണ് നമ്മൾ കോപ്പി ചെയ്തേക്കുന്നത്. എന്നിട്ട് ഇവിടെ വന്ന് വീണ്ടും ക്ലിക്ക് ചെയ്യുക, എന്നിട്ട് മേളിൽ ഫിനിഷ് കൊടുക്കുക. അപ്പോൾ നമുക്കിവിടെ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനെ ഡ്രാഗ് ചെയ്ത് മാറ്റുകയൊക്കെ ചെയ്യാൻ പറ്റും. ഒരു ആർക്കിടെക്ചറിൻ്റെ ഫയൽ അവിടെ ഉണ്ട്, പക്ഷേ നമുക്കുള്ള ഗ്രിഡ് നമുക്ക് കോപ്പി ചെയ്ത് മാറ്റാൻ പറ്റും. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ കോപ്പി മോണിറ്റർ ചെയ്യുന്നത്. കോപ്പി മോണിറ്റർ ചെയ്തതിന് ശേഷം നമുക്ക് ലെവൽസ് എല്ലാം ഇവിടെ വേണം. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം, വ്യൂസിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിവിടെ പ്ലാൻ വ്യൂസ് എന്നും പറഞ്ഞുകൊണ്ട് അതിൽ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഫ്ലോർ പ്ലാൻ ഉണ്ട്, ഒരുപാട് പ്ലാൻസ് ഉണ്ട്. നമ്മൾ ഫ്ലോർ പ്ലാൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ കണ്ടോ കുറേ ലെവൽസുകൾ ഇവിടെ കിട്ടുന്നുണ്ട്. നമ്മൾ കോപ്പി ಮಾಡಿ. ഇപ്പോൾ ഡു നോട്ട് ഡ്യൂപ്ലിക്കേറ്റ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഉള്ള ലെവൽസ് എല്ലാം കിട്ടും. പക്ഷേ നമുക്ക് അതൊന്നും വേണ്ട, 1 2 ഇവിടെ ഓൾറെഡി ഉള്ളതുകൊണ്ട് നമ്മൾ 3 കൺട്രോളിൽ പ്രസ് ചെയ്തിട്ട് ബാക്കിയുള്ളതെല്ലാം സെലക്ട് ചെയ്യുക. 3 4 ആൻഡ് റൂഫ്. നമുക്ക് 3ഉം 4ഉം 5ഉം മതി. 1ഉം 2 ഇവിടെ ഉണ്ട്. ക്ലിക്ക് ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ ഫ്ലോസ് എല്ലാം ഇവിടെ ഡെവലപ്പ് ആകും. ഇപ്പോൾ ഇത് മെക്കാനിക്കലിനകത്ത് പോയാണ് വീണേക്കുന്നത്. കാരണം ഇത് മെക്കാനിക്കലിൻ്റെ 3 4 എന്നാണ്. നമുക്കത് ലൈറ്റിങ്ങിലോട്ട് മാറ്റാൻ വേണ്ടി അത് ഞാൻ അടുത്ത ദിവസം പറഞ്ഞുതരാം. കാരണം നിങ്ങൾക്ക് ഇത്രയും പോർഷൻസ് നിങ്ങളൊന്ന് നോക്കി വെക്ക്. അതിനുശേഷം നമുക്ക് അടുത്ത സംഭവത്തിലേക്ക് പോകാം. ഇത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സിങ്ക് കൊടുത്തു കഴിഞ്ഞാൽ അത് സേവായി മാറും. ഇത്രയും പോർഷൻസ് ഇന്നൊന്ന് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. ഓക്കെ, താങ്ക്സ്.